ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആദ്യം ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രൗൺ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാലും ഒരു 3 ടേബിൾ സ്പൂണ് നമ്മളെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിക്കണ്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു മുട്ടയും ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ നെയ്യിലാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ടറോ നെയ്യോ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ ആ ഒരു പാലിൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഇതുപോലെ 2 സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നോർമലായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നില്ലാതെ നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർക്കണ കാരണം ആ ഒരു ഫ്ലേവറും കൂടിയും വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ബ്രൗൺ ബ്രെഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തിയാണ്, എന്നാലും ആ ഒരു വൈറ്റ് ബ്രെഡിൽ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇപ്പം ഇന്നും അവർക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നത് എഗ് റൈസാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തുള്ള ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിൽ ജനൽമേൽ വെച്ചിട്ടുള്ള പ്ലാന്റുമേൽ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും നമ്മളിതുപോലെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ ഹെൽത്തി ആയിട്ട് വളരൂല കേട്ടോ. കാണാനും നല്ല ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ലീഫും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് തുടച്ച് കെയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഉണ്ടില്ലേ നല്ല പുതുതായിട്ട് ലീഫും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പുതുതായിട്ട് വരുന്നത്. അങ്ങനെ ലീഫിൻ്റെ പൊടി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് വെള്ളത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രഷ് ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള പ്ലാന്റ് ഒന്ന് മാറ്റി കൊടുത്തിക്കണ്. ഒരാഴ്ചയാണ് കേട്ടോ ഞാൻ ഒരു പ്ലാന്റ് അങ്ങനെ അകത്ത് വെക്കൽ, പിന്നെ അത് പുറത്തേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള പ്ലാന്റും മാറ്റി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചിക്കൻ 65ഉം ചിക്കന് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറിയും ഗീ റൈസുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ 65 ആണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ പോലെ തന്നെയുള്ള ടേസ്റ്റുള്ളൊരു ചിക്കൻ 65 ആണ്. പിന്നെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് പൊടികളും കാര്യങ്ങളൊക്കെ കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു ടൈമിൽ കറിയും നെയ്ച്ചോറും കൂടിയും വെക്കാം. അപ്പോൾ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ കറിൻ്റെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് നോർമലായിട്ട് നമ്മൾ വെക്കണ ചിക്കൻ കറിയിൽ എല്ലാ മസാലകളും ഇട്ടിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടോ. ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ സമയത്ത് അതിൽക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ചിക്കൻ കറിയിലുള്ള ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്ന ടൈമിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് കേട്ടോ വേവേണ്ടത്. പിന്നെ ചിക്കൻ ഏകദേശം ആയി വരുന്ന ടൈമിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയോടെ ചതച്ചതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു 4-5 പച്ചമുളകും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു ഫ്ലേവർ ആ ഒരു ചിക്കനിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ 65ഉം ഒക്കെ റെഡി ആയിക്കണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ 65 എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.